ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ്. ഇത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് അല്ല, ഇവിടുന്ന് ഒരു 200 മീറ്റർ അപ്പുറമാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ വരുമ്പോഴും വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 20 രൂപ കൊടുത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തുന്നതിന് മുന്നേ തന്നെ ഉള്ള ഒരു ഹൈവേ അല്ല, മെയിൻ റോഡാണ്. ആ ഒരു മെയിൻ റോഡിൽ ഫുള്ള് ലൈറ്റ്സും സ്റ്റാർസും കൊടുത്തിട്ട് ഫുള്ള് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതെ ഇവിടെയാണെങ്കിൽ ഞാൻ ഒരു വലിയ അതെ നേരെ ഫ്രണ്ടിൽ വലിയ മാൻ്റെ പോലെയൊക്കെ ഒരു സീരിയൽ ബൾബ് വെച്ച് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ ക്രിസ്മസ് ട്രീ പോലെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നടന്ന് നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കുറേ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാനിവിടെ വണ്ടി വച്ചപ്പം ഈ ഒരു സംഭവം കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നടന്ന് പോകാം. ഇവിടുന്ന് ഒരു 5 മിനിറ്റോളം നടക്കാൻ കാണും. ഒരു 200 മീറ്ററോളം ഉണ്ട് നമുക്ക് നടന്ന് എത്താനായിട്ട്. നമ്മളങ്ങനെ നടന്നിട്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഇവിടുന്ന് ഇത്തിരിയൂടെ നടന്നിട്ട് ലെഫ്റ്റിലോട്ട് തിരിയണം. അപ്പം അങ്ങോട്ട് പോകുന്ന ഒരു റോഡാണിത്. അവിടെയും ഫുള്ള് ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഫുള്ള് ബ്രാൻഡഡ് ഷോപ്സാണ് വരുന്നത്. 2 സൈഡിലും കുറേ ബ്രാൻഡഡ് ഷോപ്സ് ഇങ്ങനെ ഉണ്ട്. അത് ഇവിടുന്ന് ലെഫ്റ്റാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. നമുക്ക് ഇവിടെ ബോർഡ് കാണാൻ പറ്റും. ഇവിടെ ഫുള്ള് ലൈറ്റിങ്സ് ആണ്. ഈ ലൈറ്റിങ്സ് കണ്ടോ, കഴിഞ്ഞ വർഷം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ക്രിസ്മസ് ടൈമിന്. പക്ഷേ ഇങ്ങനത്തെ ഒരു രീതിയിലല്ലായിരുന്നു. ജസ്റ്റ് നമ്മൾ ആ മെയിൻ റോഡിൽ കണ്ട പോലെ കുറേ സ്റ്റാർസും ഇല്ലായിരുന്നു. ജസ്റ്റ് സീരിയൽ ബൾബ് മാത്രം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇത്തിരി വെറൈറ്റി ആയിട്ടുണ്ട്. കുറേ ബോൾ പോലത്തെ സംഭവത്തിലൊക്കെ ഡിസൈൻ ചെയ്തിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. സാധാരണ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വരുമ്പോൾ ഈ ഏരിയയിലൊക്കെ നമുക്ക് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും അധികം അങ്ങനെ സുഖത്തിന് നടന്ന് പോകാൻ പറ്റില്ല. കാരണം അതുപോലത്തെ തിരക്കായിരിക്കും. ഇന്ന് ഇത്തിരി തിരക്ക് കുറവാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ഏകദേശം സമയം 9 മണിയായി. 9 മണിയായതുകൊണ്ട് തന്നെ തിരക്ക് കുറഞ്ഞതാണോ എന്ന് അറിയത്തില്ല. പക്ഷേ നമ്മൾ വരുന്ന റോഡിലൊക്കെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും വരുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്, 22-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് സാധാരണ എടുക്കുന്നതിനൊക്കെ അരമണിക്കൂറിനടുപ്പിച്ചൊക്കെ കൂടുതൽ വണ്ടി ഓടിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ബ്ലോക്കായിരുന്നു. പക്ഷേ ഇവിടെയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച അത്ര ബ്ലോക്കില്ല. നമ്മൾ ആ ലെഫ്റ്റ് കയറി അവിടെ തൊട്ട് അങ്ങ് എൻഡ് വരെ ഈ ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് തന്നെയാണ്. അപ്പം ഇത് ഫുള്ള് ഇതേ ഒരു ഡിസൈനിൽ തന്നെയാണ് ലൈറ്റ് ഇട്ടേക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ആണെങ്കിൽ ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ശനിയാഴ്ച ഇവിടെ എന്തോ ഡാൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് ഇവിടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ വരാൻ പറ്റിയിട്ടില്ല. ഞാൻ വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഇടുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു നോർമൽ വീഡിയോ ആണ്. അപ്പം ഇതാണെങ്കിൽ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ബേസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ അതിന് മുന്നേ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും ഫുള്ള് ഈ ഒരു സ്ട്രീറ്റിൽ ഫുള്ള് ബ്രാൻഡഡ് ഷോപ്സാണ്. ഇത്തിരി എക്സ്പെൻസീവ് അങ്ങനെ പറയുകയും ചെയ്യാം, എക്സ്പെൻസീവ് അല്ലെന്നും പറയാം. അതുപോലത്തെ രീതിയിലുള്ള പ്രൈസ് റേഞ്ചിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കിട്ടുക. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു റൈറ്റിലോട്ട് ലെയിൻ കട്ടിങ്ങും കാര്യങ്ങളുണ്ട്. അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ നമ്മൾ കൊച്ചിയിൽ ബ്രോഡ്വേയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചെറിയ ഷോപ്സ്, ഇങ്ങനെ മാർക്കറ്റ് പോലെ. അതുപോലത്തെ ഒരുപാട് ചെറിയ ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പായിട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും. A to Z സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. എല്ലാം നല്ല ചീപ്പായിട്ട് തന്നെ. വില പേശാൻ അറിയാവുന്നവരാണെങ്കിൽ നല്ല വില പേശി വാങ്ങാൻ പറ്റും. അപ്പം ഞാനാണെങ്കിൽ നടന്ന് ഏകദേശം ഇങ്ങ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ എൻഡിൽ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ലൈറ്റിങ്സ് വേറെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഡിസൈനും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ പക്ഷേ ഇൻസ്റ്റയിൽ കുറേ ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ സൈഡിലൊക്കെ ഇങ്ങനെ മാൻ്റെ രൂപവും ക്രിസ്മസ് അപ്പൂപ്പൻ്റെ രൂപവും അങ്ങനെയൊക്കെ കുറേ ഡിസൈനിലൊക്കെ ഇങ്ങനെ സീരിയൽ ബൾബ് വെച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതൊന്നും കാണുന്നൊന്നുമില്ല. അതൊക്കെ ഏത് ഭാഗത്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാനത് ഫുള്ള് ചുറ്റി കഴിയുമ്പോൾ ഞാൻ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഞാൻ ആ റൈറ്റ് സൈഡിലോട്ടുള്ള ലൈനിലൊക്കെ നോക്കിയായിരുന്നു. നമുക്ക് ഇവിടുന്ന് നടന്നു പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. ആ ഉള്ളിലോട്ടൊക്കെ നല്ല തിരക്കാണ്. ഇപ്പം ഈ രാത്രി സമയത്ത് ക്യാമറ എടുത്ത് അങ്ങോട്ട് പോകുന്നത് സേഫ് അല്ല. കാരണം ക്യാമറ അടിച്ചുകൊണ്ട് പോകുന്ന വഴി അറിയത്തില്ല, നമ്മൾ പോലും അറിയത്തില്ല. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാത്ത സമയത്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോലും അറിയത്തില്ല. അപ്പം ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ, അതായത് ഇതിനുള്ളിൽ കുറേ സ്ട്രീറ്റുകൾ, അത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന് നല്ല പേര് പറയുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ സ്ട്രീറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ വേറൊരു ദിവസം പകൽ വന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പം
എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.